വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം ടു ഓഫീസസ് ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു ചാപ്റ്ററാണ് സൗണ്ട്. ശബ്ദത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ശബ്ദം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ശബ്ദത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ആക്ച്വലി ശബ്ദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ എന്നെ കേൾക്കുന്നു, നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നു, നമ്മൾ ഈ ഭൂമിയിലുള്ള പല വസ്തുക്കളും നമുക്ക് ചുറ്റുമുള്ളതിൻ്റെ ഒക്കെ ശബ്ദം കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ സൗണ്ട് ഉണ്ടാവുന്നത്, ശബ്ദം എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ആൻസർ ഉണ്ടായിരിക്കും, കാരണം നിങ്ങളെല്ലാവരും ബയോളജി പഠിക്കുന്നവരാണ്. അപ്പോൾ ബയോളജിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്വനതന്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത് അല്ലേ? തൊണ്ടയിലുള്ള സ്വനതന്തുക്കൾ, വോക്കൽ കോഡ്സിന്റെ വൈബ്രേഷൻ കാരണം കൊണ്ടാണ് എന്തുണ്ടാകുന്നത്, സൗണ്ട് ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സൗണ്ട് ഉണ്ടാകണമെങ്കിൽ അവിടെ എന്തുണ്ടാകണം, സ്വനതന്തുക്കൾ വേണം, അത് വൈബ്രേറ്റ് ചെയ്യണം അല്ലേ, കമ്പനം ചെയ്യപ്പെടണം. അത് തന്നെ നിങ്ങൾ വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കൂ. ഒരു തബല കൊട്ടുന്നത് വിചാരിക്കാം. തബലയിൽ എങ്ങനെ സ്ട്രക്ചർഡ് മെംബ്രെയിൻ ഉണ്ട് അല്ലേ? ഒരു സ്ട്രക്ചർഡ് മെംബ്രെയിൻ ഉണ്ട്. ഈ മെംബ്രെയിനിലാണ് നമ്മൾ അടിക്കുന്നത് അല്ലേ? നമ്മൾ അടിക്കും തോറും അതിന്റെ സൗണ്ട് കേൾക്കുന്നു. അപ്പൊ ഇവിടെ വൈബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഭാഗം ഏതാണ്? ഈ സ്ട്രക്ചർഡ് മെംബ്രെയിൻ ആണ് അല്ലേ? ആ സ്ട്രക്ചർഡ് മെംബ്രെയിന്റെ വൈബ്രേഷൻ കാരണം കൊണ്ടാണ് നമ്മൾ എന്ത് കേൾക്കുന്നത്, സൗണ്ട് കേൾക്കുന്നത്. ഇനി വയലിൻ എടുത്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് വയലിൻ അല്ലെങ്കിൽ ഗിറ്റാർ അല്ലേ? ഇതിലൊക്കെ എങ്ങനെ സൗണ്ട് ഉണ്ടാകുന്നത്? ആ സ്ട്രക്ചർഡ് സ്ട്രിങ് അല്ലേ? സ്ട്രക്ചർഡ് സ്ട്രിങ്ങിൽ നിന്നാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ആ സൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ ഒരു എക്സാമ്പിളൊക്കെ നിങ്ങൾക്കൊരു കാര്യം പിടിക്കിട്ടുണ്ടാവും. സൗണ്ട് ഉണ്ടാകണമെങ്കിൽ എന്താവശ്യമാണ്? വൈബ്രേഷൻ അല്ലെ? വൈബ്രേഷൻ ഓഫ് ഒബ്ജക്റ്റ് ഈസ് നെസസറി. സോ വി ക്യാൻ പ്ലെയിൻലി സീ ദാറ്റ് സൗണ്ട് ഈസ് ദ വൈബ്രേഷൻ ഓഫ് ഒബ്ജക്ട്സ് അല്ലെ? ഒബ്ജക്ട്സുകളുടെ വൈബ്രേഷൻ കാരണം കൊണ്ടാണ് എന്തുണ്ടാകുന്നത്, സൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ മനുഷ്യന്മാർക്കൊരു സൗണ്ട്, മൃഗങ്ങൾക്കൊരു സൗണ്ട്, വസ്തുക്കൾക്ക് സൗണ്ട്, ജീവനുള്ള ഇല്ലാത്ത വസ്തുക്കൾക്ക് പോലും സൗണ്ട് ഉണ്ട് അല്ലെ? ഇതൊക്കെ എന്ത് കാരണം കൊണ്ടാണ്? ഈ ഒരു വൈബ്രേഷൻ കാരണം കൊണ്ടാണ്. അപ്പൊ നമ്മളുടെ ഈ സൗണ്ട് എന്ന് പറയുന്നത് വ്യത്യസ്തരാവാൻ പല കാരണങ്ങളുണ്ട്. അപ്പൊ ആ കാരണങ്ങൾക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ നമുക്കൊരു കാര്യം ഡിസ്കസ് ചെയ്യാം. ഈ സൗണ്ട് വെള്ളത്തിൽ കൂടെ ഉണ്ടാവുമോ, സഞ്ചരിക്കുമോ? നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പൊ എന്താ, നമുക്ക് പരസ്പരം കേൾക്കാൻ പറ്റുന്നു അല്ലെ? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് എ മീഡിയം ബിറ്റ്വീൻ us, ദാറ്റ് ഈസ് എയർ. നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്തുണ്ട്, ഒരു മീഡിയം ഉണ്ട്. ആ മീഡിയം ആണ് എയർ. അപ്പോൾ എയർ ഉള്ളതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, സൗണ്ടിന് സഞ്ചരിക്കാൻ സാധിക്കുന്നു. ഇനി വാട്ടറിന്റെ കേസ് എടുക്കാം, അല്ലെങ്കിൽ ലിക്വിഡ്സ്. മീഡിയം ലിക്വിഡ് ആണ് വരുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും സൗണ്ടിന് സഞ്ചരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആലോചിച്ച് നോക്കൂ. ലിക്വിഡില് സൗണ്ടിന് സഞ്ചരിക്കാൻ പറ്റുമോ? പറ്റും കേട്ടോ. ലിക്വിഡ് വാട്ടർ കൂടെ ഒക്കെ എന്തിന് സൗണ്ടിന് സഞ്ചരിക്കാൻ പറ്റും. പക്ഷെ അത് എയറിൽ സഞ്ചരിക്കുന്ന പോലെയല്ല, വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ലിക്വിഡിലും എന്തുണ്ട്, സൗണ്ടിന് സഞ്ചരിക്കാൻ സാധിക്കുന്നു. ഇനി ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ എക്സ്പെരിമെന്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് നോക്കാം. ഒരു മൊബൈൽ ഫോൺ എടുക്കുക. മൊബൈൽ ഫോൺ നല്ലൊരു കവറിൽ, ഒരു പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ മൊബൈൽ ഫോൺ വയ്ക്കുക. ഒരു സീ ബ്ലോക്ക് ചെയ്ത ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഒരു ഗ്ലാസ് ജാറിൽ ഇടുക. ഓർക്കണേ, ഇതിനുള്ളിലേക്ക് വെള്ളമൊന്നും കിടക്കാത്ത തരത്തിലായിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, മൊബൈലിലേക്ക് റിങ് ചെയ്യാം. അപ്പൊ സൗണ്ട് ഉണ്ടാവും അല്ലേ? ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് നോക്കാം. ഓരോ ലെയറായിട്ട് വെള്ളം ഒഴിച്ച് നോക്കാം. അപ്പൊ എന്ത് കാണാം, ഈ ഒരു ശബ്ദത്തിന്റെ വെള്ളം ഒഴിക്കാതിരുന്ന അവസ്ഥയിൽ നിന്ന് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലുള്ള സൗണ്ടിന്റെ വ്യത്യാസം നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പൊ എന്താണ്, സൗണ്ടിന് വെള്ളത്തിൽ കൂടെ അല്ലെങ്കിൽ ലിക്വിഡിൽ കൂടെയും എന്ത് ചെയ്യാൻ പറ്റുന്നു, സഞ്ചരിക്കാൻ സാധിക്കുന്നു അല്ലെ? ഇനി അടുത്തതാണ് സോളിഡ്സ്, ഖരവസ്തുക്കൾ കൂടെ സൗണ്ടിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ 2 സ്പൂണുകൾ തമ്മിൽ അടിച്ചു കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാകുന്നില്ലേ? ഉണ്ട്. ഒരു മെറ്റാലിക് റോഡ് കയ്യിലുണ്ടെന്ന് വിചാരിക്കും. ഒരു മെറ്റലിന്റെ ഒരു വലിയൊരു റോഡ് നിങ്ങളുടെ കയ്യിലുണ്ട് വിചാരിക്കും. ഈ റോഡിന്റെ ഒരു എൻഡിൽ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ഈ എൻഡിൽ കൂടെ സൗണ്ട് കേൾക്കാവുന്നല്ലേ? അതെ.
അപ്പൊ എന്താണ് ഇതെന്ന് മനസ്സിലാക്കിയത്? സൗണ്ടിന് സോളിഡിൽ കൂടെയും കടന്നു പോകാനുള്ള കഴിവുണ്ട് എന്നുള്ള കാര്യമാണ് അല്ലേ? ഓക്കെ, അതെ. ഇനി അടുത്തത് ഗ്യാസസ്. സൗണ്ടിന് ഗ്യാസസ്. അപ്പൊ ഒരു ഗ്ലാസ് ജാറിൽ നമ്മൾ പെർട്ടിക്കുലർ ഗ്യാസ് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അതിൽ നമ്മളൊരു ബെല്ലോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഫോണോ വെച്ചിട്ട് ഇതേ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ജാറിൽ ഗ്യാസ് ഉള്ള കാലത്തോളം നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സൗണ്ട് കേൾക്കാൻ പറ്റും. എനിവേ, if you have removed the total gas from this, then if you seal this pot, then we can hear the sound. അല്ലേ? ഈ ഗ്യാസസിൽ ഫുള്ള് എടുത്ത് ഈ പാത്രം നന്നായിട്ട് അടച്ചു വെച്ച് നമുക്ക് പിന്നെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല. അപ്പൊ ഗ്യാസ് ഉണ്ടെങ്കിലും അതിൽ കൂടെ എന്തുണ്ട്? സൗണ്ടിനെ സഞ്ചരിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ? എന്താണ്? ഗ്യാസസ് ഇവിടുന്ന് റിമൂവ് ചെയ്തു. ഗ്യാസ് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ആർ ക്രിയേറ്റിംഗ് വാക്യൂം. നമ്മളൊരു വാക്യൂം, ശൂന്യത സൃഷ്ടിക്കാം. ആ ശൂന്യതയിൽ കൂടെ എന്ത് സംഭവിക്കില്ല? സൗണ്ടിന് പ്രൊപ്പഗേഷൻ ഉണ്ടാവില്ല, സൗണ്ടിന് സഞ്ചരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ശൂന്യാകാശത്തിൽ നിന്നൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ശബ്ദമൊന്നും കേൾക്കാൻ സാധിക്കാത്തത്. കാരണം എന്താണ്? അവിടെ അറ്റ്മോസ്ഫിയർ ഇല്ല, എയർ ഇല്ല, അതുകൊണ്ട് സൗണ്ടിന് സഞ്ചരിക്കാൻ സാധിക്കില്ല. ഇനി നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, ശൂന്യാകാശത്ത് നമുക്ക് സൗണ്ടിന് പ്രൊപ്പഗേറ്റ് ചെയ്യിക്കാൻ പ്രൊപ്പഗേഷന് സാധ്യമാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അല്ലേ? ഭൂമിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? ഭൂമിയിലെ ഇത്ര അധികം സൗണ്ട് ഉണ്ട്, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ശൂന്യാകാശത്തുള്ള സൗണ്ടും കൂടി കേൾക്കേണ്ടതായിരിക്കും അല്ലേ? അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒന്ന് ആലോചിക്കാം. What happens if there is air in this universe, or if there is a medium in this universe? അപ്പൊ അതൊന്ന് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞത് എന്തൊക്കെയാണ്? മീഡിയം, അതായത് സൗണ്ടിന് സഞ്ചരിക്കണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മീഡിയം ആവശ്യമാണ്. സൗണ്ടിന് സഞ്ചരിക്കണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള മീഡിയം ആവശ്യമാണ്. സൗണ്ട് സഞ്ചരിക്കുന്നത് എയർ, ലിക്വിഡ്, സോളിഡ്, ഗ്യാസ്, ഈ 4 തരത്തിൽ കൂടെ എന്ത് പറ്റുന്നു? സൗണ്ടിന് സഞ്ചരിക്കാൻ പറ്റുന്നതാണ്. അതേസമയം വാക്വത്തിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല? സൗണ്ടിന് സഞ്ചരിക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഇക്കാര്യങ്ങൾ ഓർത്തിരിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു സൗണ്ട് എന്താന്ന് പറഞ്ഞു, സൗണ്ടിനെ പ്രൊപ്പഗേറ്റ് ചെയ്യിക്കണമെങ്കിൽ ഒരു മീഡിയം ആവശ്യമാണ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വാക്വത്തിൽ കൂടെ എന്ത് ചെയ്യാൻ സംഭവിക്കില്ല? സൗണ്ടിന് പ്രൊപ്പഗേഷൻ ഉണ്ടാവില്ല. പകരം സൗണ്ട് എയർ, ലിക്വിഡ്, സോളിഡ്, ഗ്യാസ് ഇതിൽ കൂടെയൊക്കെ എന്ത് ചെയ്യുന്നു? സഞ്ചരിക്കുന്നു എന്നാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൗണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സൗണ്ടിന് കുറേ പ്രത്യേകതകളുണ്ട് അല്ലേ? നമ്മൾ മനുഷ്യന്മാരെല്ലാവരും ഒരേ സൗണ്ടിൽ സംസാരിക്കുന്ന ആൾക്കാരാണോ? എല്ലാവരും സൗണ്ട് ഒരേപോലെയാണ് കേൾക്കുന്നത്? അല്ല, എല്ലാവരും വ്യത്യസ്തരാണ് അല്ലെ? അപ്പൊ ഇങ്ങനെ വ്യത്യസ്തരാവാനും വ്യത്യസ്ത സൗണ്ട് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ മേജർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണത് എന്താണ്? സൗണ്ടിന്റെ പ്രത്യേകതകൾ. അപ്പൊ സൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തരത്തിലാണ് രണ്ട് തരത്തിലുള്ള സൗണ്ട് വേവ്സുകളുണ്ട്. അല്ലെങ്കിൽ സൗണ്ടിന്റെ 2 തരത്തിലുള്ള വേവും, സൗണ്ട് എന്ന് പറഞ്ഞ വേവ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതിന് 2 തരത്തിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. അതൊന്നെന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് ആണ്, ഒന്നെന്ന് പറഞ്ഞത് ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്. ഒന്ന് ട്രാൻസ്വേഴ്സും മറ്റൊന്ന് ലോഞ്ചിറ്റ്യൂഡിനും. ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൊപ്പഗേഷൻ ഇങ്ങനെയായിരിക്കും. ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയറിന്റെ കംപ്രഷനും അതേപോലെ എയറിന്റെ റാരിഫ്രാക്ഷൻ ഒക്കെ കൂടിയിട്ടുള്ളതായിരിക്കും ലോഞ്ചിറ്റ്യൂഡിനൽ. ഇപ്പൊ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സഞ്ചരിക്കണമെന്ന് പറഞ്ഞത് അതിലെ ഓരോ പാർട്ടിക്കിളും വൈബ്രേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇത് സഞ്ചരിക്കേണ്ടത്, പക്ഷെ എല്ലാ പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ എങ്ങനെയായിരിക്കും? ഈ പെർപെൻഡിക്കുലർ ആയിരിക്കും. ആ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതേസമയം ലോഞ്ചിറ്റ്യൂഡിനൽ ആണെങ്കിൽ അവിടെ കംപ്രഷൻ ഓഫ് എയർ ആണ് ഉണ്ടാകുന്നത്. കംപ്രഷനും റാരിഫ്രാക്ഷനും പറയും. അതായത് എയറിന്റെ കംപ്രഷൻ കൂടിയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടായിരിക്കും, അതേപോലെ പ്രഷർ കുറഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കംപ്രഷനും റാരിഫ്രാക്ഷനും മൾട്ടിപ്ലൈ ആയിട്ട് ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ സൗണ്ടിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്.
ഈ ലോഞ്ചിറ്റ്യൂണൽ വേവ് പ്രൊപ്പഗേഷൻ ആണ് നമ്മളുടെ സൗണ്ട് വേവ്സ്. നമ്മുടെ സൗണ്ട് വേവ്സ് ഒക്കെ എന്താണ്? ലോഞ്ചിറ്റ്യൂണൽ വേവ് പ്രൊപ്പഗേഷൻ ആണ്. അതേസമയം സ്ട്രക്ചഡ് സ്ട്രിങ് ആയി ഗിറ്റാറൊക്കെ എടുക്കുകയാണെങ്കിൽ, ഗിറ്റാർ വയലിനൊക്കെ എടുക്കുകയാണെങ്കിൽ അതൊക്കെ എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അപ്പൊ ഈ ഒരു വേവിന്റെ പ്രൊപ്പഗേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പൊ ഇന്നൊരു ടിപ്പായിട്ട് തന്നുള്ളൂ. അപ്പോൾ വേവ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം സൗണ്ട് വേവ്സിൽ വൈബ്രേഷൻ ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ സൗണ്ടിന്റെ ഈ വൈബ്രേഷനും അതേപോലെ അതിന്റെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലം, ഇതാണ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. ഒരു ഹാച്ച് ഉണ്ടാവും. ഇവിടെ നിന്ന് ഒരു നൂല്, ഒരു ത്രെഡ് ഒരു പെർട്ടിക്കുലർ മാസിൽ നമ്മൾ ഹാങ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനെ നമ്മൾ അങ്ങ് ആട്ടും, ഓസിലേറ്റ് ചെയ്യിക്കും. അപ്പൊ ഈ ഒരു ഇതാണ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബോബ്, ഇത് ബോബ് പറയുന്നത്, ഈ ബോബിന്റെ ഓസിലേഷൻസ് ഒക്കെ നമ്മൾ കണക്കാക്കും. ഇപ്പൊ ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ടു ആൻഡ് ഫ്രോ ആണ്. മുന്നിലോട്ടും അതേപോലെ പിന്നിലോട്ടും പിന്നെ മുന്നിലോട്ടും വരുന്നുള്ള അങ്ങനെയല്ല കേട്ടോ. ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത്, കംപ്ലീറ്റ് ഓസിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോബ് അതിന്റെ പോയിന്റിൽ നിന്ന്, അതായത് എൻ്റെ സ്റ്റേബിൾ പോയിന്റിൽ നിന്ന് മുന്നിലോട്ട് വരും, പിന്നെ പിറകിലോട്ട് വരും, പിന്നെ അതിന്റെ സ്റ്റേബിൾ പോയിന്റിലേക്ക് എത്തും. അതാണ് ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു സിമ്പിൾ പെൻഡുലത്തിന് ഓസിലേറ്റ് ചെയ്തിട്ട് അതിൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് കണ്ടുപിടിക്കും. നമ്പർ ഓഫ് ഓസിലേഷൻസും അതിനെടുത്ത സമയവും കണ്ടുപിടിക്കും. ഒരു സ്റ്റോപ്പ് വാച്ച് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഓസിലേഷൻസ് നോക്കും, അതേപോലെ അതിനെടുത്ത സമയവും നോക്കും. ഇനി ഈ നമ്പർ ഓഫ് ഓസിലേഷൻ പെർ ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു വൈബ്രേഷന്റെ ഫ്രീക്വൻസി എത്രയാന്ന് കിട്ടും. ഓക്കെ, വി വിൽ ഗെറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് വൈബ്രേഷൻ, ഓക്കെ, ഓർ ഓസിലേഷൻ. So frequency of a wave is means number of oscillations per second or per time. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്. ഹെഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രീക്വൻസി അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ സൗണ്ടിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിന് ഒരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. അപ്പോൾ ജനറലി നമ്മുടെ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും തനതായിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. അവരുടെ സൗണ്ടിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. ആ ഫ്രീക്വൻസിനെ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസിനെ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ ഫ്രീക്വൻസി. ഓക്കെ, അപ്പൊ ഈ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ നമ്മൾ വ്യത്യാസപ്പെടുത്തും, അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി ആയിട്ട് ഒരുമിച്ച് വരും. അങ്ങനത്തെ പല കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പലതരത്തിലുള്ള സൗണ്ടുകളൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഇതാണ്, എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്? അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന്. ഓക്കെ, അപ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹെഡ്സ് ആണെന്നറിയാം. ഫ്രീക്വൻസി എങ്ങനെ കണ്ടെത്തുന്നു? നമ്പർ ഓഫ് ഓസിലേഷൻ പെർ ടൈം ആണ്. അപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയ ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് ആണ് സിമ്പിൾ പെൻഡുലം എന്നുള്ളത്. ഒരു ചെറിയൊരു പെൻഡുലം ഉണ്ട്, അതിന്റെ ഓസിലേഷനും അതിന് ഓസിലേഷൻ ചെയ്യാനെടുക്കുന്ന സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ പെൻഡുലത്തിന്റെ ഫ്രീക്വൻസി എത്രയാന്ന് കണ്ടെത്തും. ഓക്കെ, അപ്പൊ അതാണ് ഫ്രീക്വൻസി, വൺ ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ അറിയാം, എല്ലാ സൗണ്ടിനും ഒരു വെലോസിറ്റി ഉണ്ട് അല്ലെ? എല്ലാ സൗണ്ടിനും ഒരു വെലോസിറ്റി ഉണ്ട്. ഇപ്പൊ ഹ്യൂമൻ സൗണ്ട് ആണെങ്കിൽ അതിനൊരു വെലോസിറ്റി ഉണ്ട്. അതേപോലെ ഇപ്പോ മറ്റു മൃഗങ്ങളെ ആണെങ്കിൽ അവർക്ക് എല്ലാത്തിനും ഉണ്ട് ഒരു വെലോസിറ്റി ഉണ്ട്. അപ്പൊ എല്ലാ സൗണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഒരു വേഗത ഉണ്ടെന്ന് മനസ്സിലാക്കാം കേട്ടാ, പ്രവേഗമുണ്ട്. ഇനി അടുത്തത് എന്ന് പറയുന്നത് പീരീഡ് ഓഫ് ഓസിലേഷൻ. പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓസിലേഷൻസ്, ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എടുത്ത സമയത്തിന് പറയുന്ന പേരാണ് പീരീഡ്. ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എടുത്തിട്ടുള്ള സമയത്തിന് പറയുന്ന പേരാണ് പീരീഡ്, ടി അല്ലെങ്കിൽ സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊരു ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി അടുത്തത് വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൗണ്ട് വേവ്സിലെ ഒരേ വൈബ്രേഷൻ ലെവലിൽ ഇരിക്കുന്ന രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ട്രാൻസ്വേഴ്സ് വേവ് എടുക്കാം
ഇതാണ് നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവ്. ഓക്കെ, ഈ ട്രാൻസ്വേഴ്സ് വേവിലെ വൈബ്രേഷൻ ലെവൽസ് എല്ലാം വ്യത്യാസമാണ്. കണ്ടില്ലേ, ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒരേ ലെവലിലുള്ള വൈബ്രേഷനുള്ള രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലത്തിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? വേവ് ലെങ്ത് എന്നായിട്ട് പറയുന്നത്. വേവ് ലെങ്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ലാംഡ വെച്ചിട്ടുള്ള ഒരു നൊട്ടേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, യൂണിറ്റ് സെന്റിമീറ്ററോ അല്ലെങ്കിൽ മീറ്ററോ ഒക്കെ ആവാം. അപ്പോൾ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ വൈബ്രേഷൻ ലെവലിലുള്ള രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് ലെങ്ത് ഓഫ് ദാറ്റ് പാർട്ടി ഓഫ് വേവ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വേവ് ലെങ്ത് എന്താന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തത് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേവ് മോഷനിൽ ഒരു പാർട്ടിക്കിളിന് ഉണ്ടാകുന്ന മാക്സിമം ഹൈറ്റ് ഓഫ് വൈബ്രേഷൻ ആണ് എന്ത് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒരു വേവ് മോഷനിൽ ഒരു പാർട്ടിക്കിളിന് ഉണ്ടാകുന്ന മാക്സിമം ഹൈറ്റ് ഓഫ് വൈബ്രേഷൻ, അതായത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ അല്ല, ഡിസ്പ്ലേസ്മെന്റ് ആണ് കേട്ടോ. ഇതിനാണ് നമ്മൾ എന്താ പറയുന്നത്? അതിന്റെ ആംപ്ലിറ്റ്യൂഡ്. ഒരു വേവിലെ വൈബ്രേറ്റിംഗ് മോളിക്യൂൾസിന്റെ മാക്സിമം ഹൈറ്റിനെ പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് വേവിലെ വൈബ്രേറ്റിംഗ് മോളിക്യൂളിന്റെ മാക്സിമം ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ആംപ്ലിറ്റ്യൂഡ് ആണ്, ഇതേ ഹൈറ്റ് തന്നെ ആയിരിക്കാം ഇടയ്ക്ക് ഇവിടെ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വേവിനനുസരിച്ചിട്ട് നമുക്കത് അടയാളപ്പെടുത്താം അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് വേവ് ക്യാരക്ടറിസ്റ്റിക്സിലെ മേജർ ആയിട്ടുള്ള വെലോസിറ്റി ഓഫ് വേവ് ആണ്, ഫ്രീക്വൻസി ഓഫ് വേവ് ആണ്, പീരീഡ് എന്ന് പറഞ്ഞെന്തെന്ന്, വേവ് ലെങ്തിനെ കുറിച്ച് പറഞ്ഞു, ആംപ്ലിറ്റ്യൂഡിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പിച്ച്, ലൗഡ്നെസ്, ടോൺ, നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വേവ് ലെങ്തിനെയും അതേപോലെ ഫ്രീക്വൻസിനെയും കുറിച്ചുള്ള കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ യു ക്യാൻ ഈസിലി ഗോ ത്രൂ ദി പിച്ച്, ലൗഡ്നെസ്, ടോൺ ആൻഡ് നോട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സൗണ്ട് വേവ്സ്. Okay.